ദിസ് ഇസ് കോക്ക് മാരീശൻ. തമിഴ് സിനിമയാണ്. നമ്മുടെ ഫഹദ് ഫാസിലും വടിവേലും ചേർന്നിട്ടാണ് പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുള്ളത്. ഡയറക്ടർ സുധീഷ് ശങ്കർ. മലയാളത്തിലെ ദിലീപേട്ടൻ്റെ വില്ലാളി വീരൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ആളാണ് സുധീഷ് ശങ്കർ. അദ്ദേഹം തന്നെയാണോ ഈ സിനിമയിൽ ചെയ്തത് എന്ന് സ്വാഭാവികമായിട്ടും ഇത് കണ്ടു കഴിഞ്ഞാൽ സംശയിച്ചു പോകും. പിന്നെ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ സിനിമകളാണല്ലോ, കരിയറിന് ഗ്രോത്ത് ഉണ്ടാവും. ഇത് എഴുതിയിരിക്കുന്നത് വി കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം ഇതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ കയ്യും കാണും. ക്രിയേറ്റീവ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് പല ആളുകളും ഡയറക്ഷൻ തന്നെയാണ് ചെയ്യാറുള്ളത്. റൈറ്റിംഗ് അത്യാവശ്യം നല്ല കിടുവാണ്. അതിൽ തന്നെ എസ്പെഷ്യലി ഡയലോഗ്സ്, പല ഡയലോഗ്സും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഡയലോഗ്സാണ്. യുവാൻ ശങ്കർ അജയാണ് മ്യൂസിക്കിൻ്റെ ഒറിജിനൽ സ്കോർ ചെയ്തിരിക്കുന്നത്. പാട്ടുകളൊക്കെ നല്ല രസമുണ്ട്. എസ്പെഷ്യലി ടൈറ്റിൽ സോങ്ങൊക്കെ നല്ല പൊളിയായിരുന്നു. കൂടാതെ ഇതിൽ ഫഫയ്ക്ക് കൊടുത്തൊരു സ്കോറുണ്ട്, കിടിലൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അതൊന്ന് ഞെരിപ്പ സാധനം സിഗ്നേച്ചർ സാധനം ഫഫയ്ക്ക് കൊടുത്തത്. അത് അവസാനം ആകുമ്പോഴാണ് വരുന്നത്. ആദ്യത്തെ ഫഫയുടെ ക്യാരക്ടർ പിന്നെ കുറേ എവല്യൂഷൻ സംഭവിക്കുന്നു. അവസാനം ആകുമ്പോഴത്തേക്ക് അന്യായ യുവൻ പഠിച്ചിട്ടുണ്ട്. DOP കാലൈ സെൽവൻ ശിവാജി, അതുപോലെ നമ്മുടെ ശ്രീത് സാരംഗാണ് എഡിറ്റർ. ടെക്നിക്കലി നല്ല വർക്കാണ്. അതായത് സിനിമയുടെ ആ ഒരു സിനിമയാണെന്ന് ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ട്. പല സീൻസും എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ, അവസാനം അങ്ങനെ എലിവേഷൻ സീൻസിൽ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ടെക്നിക്കലി ഗുഡ് വർക്കാണ്. സൗണ്ട് മിക്സിംഗ് MR രാജകൃഷ്ണൻ, അതുപോലെ തന്നെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന സിംഗ് സിനിമയാണ്. സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും കിട്ടുമായിരുന്നു. അറ്റ്മോസ്ഫിയർ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫീനിക്സ് പ്രഭുവാണ് ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഫഫയുടെ അവസാനത്തെ ചില ആക്ഷൻ പരിപാടിക്ക് പെട്ടെന്നൊരു രംഗണ്ണ സാധനം ഫീൽ ചെയ്തു. അത് അറിയാതെ കയറി വന്നായിരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു ടിപ്പിക്കൽ ഫഫയുടെ ഒരു ആക്ഷൻ സ്റ്റൈലുണ്ടല്ലോ. ഫഫ ഫിസിക്കലി നമുക്ക് അത്ര സ്റ്റൗട്ടായിട്ട് ഭയങ്കര പവർഫുള്ളായിട്ട് തോന്നൂലെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് കൊണ്ടും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻ കൊണ്ടും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ശരിക്കും ഹി ക്യാൻ ഡു എന്നുള്ള ഫീൽ ചെയ്യും. ഒരാൾ അടിച്ചിടാൻ പറ്റുമെന്ന രീതിക്ക് അത് ആവേശത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പല സിനിമകളും, വരത്തലിനുൾപ്പെടെ. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും ഫഫ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ഓപ്പണിംഗ് സീൻ, ഫസ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് ഒരു സ്നേക്കാണ്. ജയിലിനകത്തൊരു സ്നേക്ക് അങ്ങനെ ഒരു പോലീസുകാരൻ്റെ എലിക്കണിയിൽ നിന്നും, ഒരു എലിപ്പെട്ടിയിൽ നിന്നും ഒരു എലി ഓടിച്ചെന്ന് കയറി കൊടുക്കുന്നത്. അതായത് സ്നേക്കിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, മനസ്സിലായില്ലേ? ഇര വേട്ടക്കാരൻ്റെ അടുത്തേക്ക് എത്തിപ്പെടുകയാണ്. അതാണ് ദാറ്റ്സ് ദ ഹാർട്ട് ഓഫ് ദ മാറ്റർ. ദ ഹോൾ ക്രക്സ് ഓഫ് ദിസ് ഫിലിം ആ ഒറ്റ സീനകത്തുണ്ട്. അത് പിന്നീട് അത് കണക്ട് ചെയ്ത് ഒരു ഡയലോഗ് കൂടെ പറയുന്നുണ്ട്. അതായത് പറഞ്ഞത് പല ഡയലോഗ്സും കണക്റ്റഡ് ആണ്. സിനിമയ്ക്ക് ആത്മാവ് നൽകുന്ന തരത്തിലുള്ള ഡയലോഗ്സാണ്. ഫഹദ് ഫാസിൽ ഒരു കള്ളനാണ്. ഫഹദ് ഫാസിലും കള്ളനും ബെസ്റ്റ് കോംബോ ആണല്ലോ. അദ്ദേഹത്തിൻ്റെ മാനറിസംസ്, പുള്ളിയുടെ ആ ഒരു കുറച്ച് നാണം കുടുങ്ങി പക്ഷേ ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു കഥാപാത്രം. അദ്ദേഹം ആസ് യൂഷ്വൽ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ടൈറ്റിൽ സോങ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഫഹദിൻ്റെ ക്യാരക്ടർ നന്നായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി എന്താണെന്ന് നമുക്ക് കൃത്യമായി പിടുത്തം കിട്ടും. പിന്നെ നമ്മുടെ വടിവേലുവിൻ്റെ എൻട്രിയാണ്. അദ്ദേഹം ഗംഭീര പെർഫോമൻസാണ്. വടിവേലുവിൻ്റെ ഇവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ നമ്മൾ മറ്റേ സിനിമ കണ്ടുള്ളതാണ്. അപ്പോൾ വടിവേലു ഗംഭീര പെർഫോമൻസാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്താണ് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ എന്ന് മനസ്സിലാവില്ല. പക്ഷേ പതുക്കെ സിനിമ പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും. മുന്നോട്ട് പോകും തോറും ഇതിങ്ങനെ അൺവെയിൽ ചെയ്ത് വരും, എന്താണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളത്. അതിന് നല്ല രസമാണ്. കുറച്ച് റോഡ് മൂവിയൊക്കെ പോലെ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഒരു RX സെൻറ്ററിൻ്റെ അകത്തല്ല, RX സെൻറ്ററിൻ്റെ മുകളിലിരുന്നിട്ട് അങ്ങനെ പോകുന്ന ഒരു സിനിമ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ഹാഫ് കുറേ സമയമുണ്ട്. ടോട്ടൽ ഡ്യൂറേഷൻ തന്നെ നല്ല സമയമാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഹാഫ് ആവാൻ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. കുറച്ച് സീൻസൊക്കെ ട്രിം ചെയ്ത് കളയായിരുന്നു. അൺവാണ്ടഡ് സീൻസ് എന്ന് പറയുന്നില്ല, പക്ഷേ എന്നിരുന്നാൽ കൂടെ കുറച്ചുകൂടെ ക്രിസ്പാക്കിയിരുന്നെങ്കിൽ നല്ല രസത്തിൽ പട്ടപ്പട്ടയെന്ന് പറഞ്ഞ് കണ്ടങ്ങ് ഇരിക്കുകയായിരുന്നു. ആകാശത്തോടെ പറക്കുന്ന കൊക്കിന് എന്തിനാണ് വെള്ളത്തിനടിയിൽ ഫുഡ് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന കുറേ ഫിലോസഫിക്കൽ സാധനമൊക്കെ ഉണ്ട്. എവറിത്തിങ് ഇസ് കണക്റ്റഡ്. ജ്ഞാപകം താൻ വാഴ്ക്കൈ, ഇതിൽ അൽസൈമേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അൽസൈമേഴ്സിനെ അഡ്രസ്സ് ചെയ്യുന്ന കുറേ സിനിമകളുണ്ട്. നമ്മൾ തന്മാത്രം മുതൽ കിഷ്കിന്ന കണ്ടവരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പക്ഷേ അതിൽ വേറെ ഒരു രീതിയിലാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് മാത്രം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഫഹദ് ഫാസിലും ഇതേ തമ്മിലുള്ള കോമ്പിനേഷൻ സീൻസ് നല്ല കൊടുക്കൽ വാങ്ങൽ പരിപാടിയാണ്. ഇവരെ രണ്ടുപേരെയും കൂടാതെ കോവൈ സരള ഒരു പോലീസ് ഓഫീസറായിട്ട് അവരെ ഒരു ലുക്ക്, ഒരു കിരൺ ബേദി കൈൻഡ് ഓഫ് ലുക്കാണ്. പിന്നെ വിവേക് പ്രസന്ന അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പഴയകാല നടി സിതാര,
ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറേ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളും ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ കണ്ട സിനിമയല്ല സെക്കൻഡ് ഹാഫിൽ. ഫസ്റ്റ് ഹാഫോട് കൂടി പിന്നെ കളി മാറുവാണ്. സെക്കൻഡ് ഹാഫിനെ കുറിച്ച് ഒന്നും പറയാൻ കഴിയില്ല, എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോകും. അത് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പറഞ്ഞു വരികയാണെങ്കിൽ ആസ് യൂഷ്വൽ അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് പറയുകയാണെങ്കിൽ മോബ് ജസ്റ്റിസ്, ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ്, അതുപോലെ തന്നെ അങ്ങനെ കുറേ സംഭവം ഉണ്ടല്ലോ. സിസ്റ്റം ഫെയിലിയറാണ്, അങ്ങനെയുള്ള കുറേ പരിപാടികൾ. അപ്പോഴും ആളുകൾ എങ്ങനെയാണ് പിന്നെ സീരിയൽ കില്ലിങ്ങിന് ജസ്റ്റിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യം എല്ലാത്തരം സിനിമകൾക്കകത്തും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുള്ള പരിപാടികളാണ്. അത് എത്രത്തോളം അത് പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിബേറ്റബിൾ. അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു കോമഡി, ഒരു ഹിലാരി സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേണിൽ കൊല്ലാൻ അറിയാത്ത സീരിയൽ കില്ലർ. അയ്യോ